മോളെ മറിയേ, സുഖമാണോടി? മോളെ, നീയും പിള്ളേരും ക്രിസ്മസിന് വരുമോടി? മോനെ ജോസഫാ, ഞാനാടാ നിന്റെ അമ്മച്ചി. നീ എവിടെയാ? നിന്നെ കൊണ്ട് കൂടെ പോലും ജീവിതരീതികളും കുറ്റങ്ങൾ ചെയ്യുക നീ പണത്തക കൂടാതെ. എന്റെ അമ്മച്ചി എന്നെ വിട്ടു പോയല്ലോ. എനിക്കിനി ആരാ ഉണ്ട്? അമ്മച്ചി തോറ 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 കണ്ണു തോറ കണ്ണു തോറ കണ്ണു തോറ. എല്ലാ സത്തുക്കളും എനിക്ക് എഴുതി വെച്ചിട്ട് അമ്മച്ചി പോയല്ലോ. എന്റെ ജോസുട്ടാ, നീ എവിടെടാ? എന്റെ ജോസുട്ടാ, നമ്മുടെ അമ്മച്ചി പോയല്ലോ. എടാ ജോസുട്ടാ, നോക്കടാ, നമ്മുടെ അമ്മ പോയടാ. നീ അറിഞ്ഞോ നിന്റെ മനസ്സ് നമ്മുടെ അമ്മ പോയടാ. മമ്മി എന്റെ പോയല്ലോ മമ്മി. ഈ സ്വത്തൊക്കെ എന്റെ വിട്ട് പോയല്ലോ മമ്മി. ഞാൻ ഈ ആരുടെ അടുത്തുനിന്ന് കാശ് കടമായി കുടിക്കും മമ്മി. എന്റെ മമ്മി പോയല്ലോ മമ്മി. ഇനി സ്വത്തൊക്കെ വിറ്റ് കുടിക്കാൻ വേണ്ടി ഞാനൊരു കരളും കൂടി കടം വാങ്ങേണ്ടി വരല്ലോ മമ്മി. മമ്മി സ്വത്തൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ച് പോയല്ലോ മമ്മി. എന്റെ മമ്മി, ഞാനല്ലേ ചെറിയ മോൻ, പിന്നെ ഇതൊക്കെ എനിക്കുള്ളതല്ലേ. അത് നീ പള്ളിയിൽ പോയി പറഞ്ഞോ. ഞാനും എന്റെ ഇച്ചാനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഈ മനസ്സിലേക്ക് നടക്കാൻ പോണില്ല. ഇച്ചായ ഒന്ന് വന്നു നോക്കിയേ. എന്താ ഇവനീ പറയാൻ നോക്കിയേ? ഇന്നിവിടെ മരണപ്പെട്ടിട്ടുള്ള എന്റെ മകളുമായ കൊച്ചു ത്രേസ്യയ്ക്ക് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സ്വന്തമായിട്ടുള്ള എന്റെ പേരിലും എന്റെ പാർട്ടിയുടെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇച്ചായ വന്നേ. ഇവനെന്തേ പറയുന്നു കേട്ടേ? എന്താ മോളെ അവൻ പറഞ്ഞത്? ഞാനെങ്ങാനും ഇലക്ഷനിൽ തോൽക്കുമെന്ന് പറഞ്ഞോ? അതല്ലേ ഇച്ചായ, ഈ സ്വത്തൊക്കെ അവന്റെ ആണെന്ന്. പിന്നെ അത് അവൻ മാത്രം വിചാരിച്ചാൽ മതിയോ? അത് പിന്നെ നമ്മളൊക്കെ വിചാരിച്ച എന്തിനാ? മേരിയല്ലേ ആ വരുന്നത്? അയ്യോ അമ്മച്ചി, എന്നെ അമ്മച്ചി പോയല്ലോ. എന്നെ വിട്ടു പോയല്ലോ. എന്നോട് ഒന്ന് കൊണ്ടുപോവാം അമ്മച്ചി. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോവാം അമ്മച്ചി. പിന്നെ അമ്മച്ചി വീഗാലാൻഡ് പോയതല്ലേ അന്യം കൂടി കൊണ്ടുപോവാൻ. ആരടി പറ്റി? മേരി കേട്ടോ ഇവൻ ഈ പറയുന്ന എന്താന്ന്? ഈ സ്വത്തൊക്കെ അവന്റെ ആണെന്ന്. പിന്നെ ഇച്ചിരി കുളിക്കും. അമ്മച്ചി പണ്ടേ എന്നോട് പറഞ്ഞതാ, അമ്മച്ചി ഡെഡായ ഇതെല്ലാം സെയിൽ ചെയ്തിട്ട് ആ മണി കൊണ്ട് ഇവിടെ ഒരു ന്യൂ ഹോസ്പിറ്റൽ തുടങ്ങണമെന്ന്, എന്നിട്ട് ഒരുപാട് ബെഗേഴ്സിനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അതാരാ വരുന്നത്?
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല വരുന്നത്. പ്രസിഡന്റോ? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ ചന്ദ്രനോട് തിളക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ ചന്ദ്രനോട് തിളക്കം. ഞാന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. അമ്മച്ചി മരിക്കുന്നതിന് മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ കാലശേഷം ഈ സ്വത്തെല്ലാം പഞ്ചായത്തിന് വിട്ടുതരാമെന്ന്. അമ്മച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പഞ്ചായത്ത് തന്നെ കൊടുക്കണം. ദേ മനുഷ്യ, നിങ്ങൾ മിണ്ടാതിരുന്നേ. അമ്മച്ചിയുടെ സ്വത്തൊക്കെ ഇപ്പൊ പഞ്ചായത്തിന് വിട്ടു കൊടുക്കല്ലേ? അത് എനിക്കും എന്റെ മക്കൾക്കുള്ളതാ. പിന്നെ എനിക്കൊരു ന്യൂ ഹോസ്പിറ്റൽ തുടങ്ങണ്ടേ? പിന്നെ മിണ്ടാതിരി എന്റെ അമ്മച്ചി ഞാനാണ് ചെറിയ മോൻ, അത് എനിക്കുള്ളതാ. നീ അത് കൊള്ളാം. പിന്നെ അങ്ങനെ ഞാനൊന്ന് പോവും. നിനക്ക് അങ്ങനെ വിട്ടുതരാനൊന്നും പറ്റില്ല. പിന്നെ ഞാനൊന്ന് പോവും. കാണാം. അയ്യോ, എനിക്ക് ജീവനുണ്ട്. ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങൾ എല്ലാവരെയും കൂടി ഒന്നിച്ച് കിട്ടാൻ വേണ്ടി ഒരു സൂത്രം ചെയ്തതാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും തിരക്കിലാണ്. അമ്മച്ചിയുടെ കാര്യം അന്വേഷിക്കാനോ നോക്കാനോ നിങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഉച്ചായ ഒന്ന് പോര്. കരളിലെ മോഹം അവനിനു പേര് തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. ഇതാണ് പുതിയ അച്ഛൻ, ഒച്ച ബംഗാളി അച്ഛൻ. കഥയിലെ രാജകുമാരി